സുവാറ, അറിയിപ്പ്, മംഗളവാർത്ത. ഈ നാളുകളിലെല്ലാം ക്രിസ്മസുമായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ക്രിസ്മസ് കാർഡുകൾ. ക്രിസ്മസിൻ്റെ അറിയിപ്പുകൾ നമ്മൾ നൽകുന്ന, ആശംസകൾ നൽകുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ക്രിസ്മസ് കാർഡുകൾ. സുവാറ ഞാൻ പറഞ്ഞു, അറിയിപ്പുകൾ, മംഗളവാർത്ത. ഈ കാലഘട്ടം മുഴുവൻ നല്ല മംഗളകരമായ വാർത്തകളുടെ കാലഘട്ടമാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. നിങ്ങൾക്കായ ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു, ഇതായിരിക്കും നിങ്ങളുടെ അടയാളം, വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശു. അങ്ങനെ ഒട്ടനവധി മംഗള വാർത്തകൾ, രക്ഷയുടെ വാർത്തകൾ നമ്മൾ പങ്കുവയ്ക്കുന്ന, ഓർക്കുന്ന നാളുകൾ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ അയച്ചിരുന്ന ക്രിസ്മസ് കാർഡുകൾ ഇന്ന് അതിൻ്റെ ഭാവവും രൂപവും ഒക്കെ മാറി, അതിൻ്റെ സ്റ്റൈല് മാറി, ഡിജിറ്റലൈസ്ഡായി. ഒരുപക്ഷെ നമ്മളൊക്കെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ വിഷ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കാർഡുകളുടെ കാലഘട്ടമൊക്കെയാണ്. ഡിജിറ്റൽ നാളുകൾ നമുക്കറിയാം സെക്കൻഡുകളുടെ നാളുകളാണ്. എന്നാൽ നമ്മൾ ഒരാളെ വിഷ് ചെയ്യുമ്പോൾ അങ്ങനെ സെക്കൻഡുകളുടെ വിഷിങ് മാത്രമായി പോകാതെ സ്നേഹത്തോടെ, ആശംസകളോടെ അവർക്കൊരു സുവാറ പറയാനായിട്ട്, ആശംസ പറയാനായിട്ട്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നമ്മൾ കാർഡുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ടെങ്കോ നമ്മൾ അയച്ചിരുന്ന നല്ല ഓർമ്മകൾ, നല്ല സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളായിരുന്ന ക്രിസ്മസ് കാർഡുകൾ ഇന്നത് ഒരുപക്ഷെ നമ്മൾ അയച്ചിരിക്കുകയില്ല. പക്ഷേ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യും. കുറച്ചും കൂടെയൊക്കെ ആത്മാർത്ഥതയോടെ, കുറച്ചും കൂടെയൊക്കെ സ്നേഹത്തോടെ, കുറച്ചും കൂടെ തീഷ്ണതയോടെ, ഒരു ഗ്രൂപ്പ് മെസ്സേജ് ഫോർവേഡിങ് ആകാതെ പേഴ്സണലായിട്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക്, ഞാൻ സ്നേഹിക്കുന്നവർക്ക്, ഈ ലോകത്തിലുള്ള എല്ലാവർക്കുമായിട്ട് നന്മയുടെ നല്ല ക്രിസ്മസ് ആശംസിക്കുമ്പോൾ ഇന്ന് ഈ സുവാറയായി മാറാനായിട്ട്, ഒരു നല്ല വാർത്തയായി മാറാനായിട്ട്, ആത്മാർത്ഥതയുള്ളൊരു വിഷിങ്ങായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.